കുരങ്ങനും മാവിൻ മരവും. ഒരു ചെറിയ ഗ്രാമത്തിനരികിൽ വലിയൊരു മാവിൻ മരമുണ്ടായിരുന്നു. അതിൽ വർഷം തോറും വേനൽക്കാലത്ത് നിറയെ മാമ്പഴങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ ദിവസവും ആ മാവിൻ മരത്തിൽ നിന്നും നിറയെ മാമ്പഴങ്ങൾ നിലത്തേക്ക് വീഴുമായിരുന്നു. ആ മരത്തിൽ ഒരു ചെറിയ കുരങ്ങ് ജീവിച്ചിരുന്നു. അവൻ്റെ പേരാണ് മിത്തു. മിത്തു ദിവസവും മരക്കൊമ്പുകളിൽ ചാടി ഉല്ലസിച്ചും കളിച്ചിരുന്നു. മാമ്പഴങ്ങൾ കഴിച്ചും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു മിത്തു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഗ്രാമത്തിലെ ചില കുട്ടികൾ മാവിൻ ചുവട്ടിൽ എത്തുകയും ഒട്ടേറെ മാമ്പഴങ്ങൾ പറിച്ചു കഴിക്കുകയും ചെയ്തു. എന്നാൽ കളിയിൽ ഏർപ്പെട്ടപ്പോൾ അവർ ചില മാമ്പഴങ്ങൾ നശിപ്പിക്കുകയും ചില കൊമ്പുകൾ ഒടിക്കുകയും ചെയ്തു. മിത്തു ഇതെല്ലാം കണ്ട് സങ്കടപ്പെട്ടിരുന്നു. മിത്തു കുട്ടികളോടായി പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പഴങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ, എന്നാൽ മരത്തെയും അതിൻ്റെ കൊമ്പുകളെയും നശിപ്പിച്ചു കളയരുത്. ഈ മരം ഇവിടെയില്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഒന്നും കിട്ടില്ലല്ലോ. എന്നാൽ മിട്ടുക്കുരങ്ങ് പറഞ്ഞത് കുട്ടികൾ ആരും അനുസരിച്ചില്ല. അവർ മിട്ടുവിനോടായി പറഞ്ഞു, ഇത് വെറും ഒരു മരം മാത്രമാണ്, ഇതിൽ നിന്നും എത്ര വേണമെങ്കിലും പറിക്കാം. അന്നു രാത്രി മാവിൻ മരം മിത്തുവിനോടായി പറഞ്ഞു, മിത്തുവേ, അവർ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. നീ അവരോട് സൗമ്യമായി സംസാരിച്ചാൽ മതി. ഒരിക്കലും അവരോട് കോപത്തോടെ സംസാരിക്കരുത്, കാരണം കോപം ഒരിക്കലും ഒന്നും പഠിപ്പിക്കില്ല. അടുത്ത ദിവസം കുട്ടികൾ മാവിൻ ചുവട്ടിലേക്ക് വന്നു. മിത്തു അവരോട് സൗമ്യമായി സംസാരിച്ചു. മിത്തു കുട്ടികളോടായി പറഞ്ഞു, നിങ്ങൾക്ക് പഴങ്ങൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും പറിച്ചുകൊള്ളൂ, എന്നാൽ പാവം നമ്മുടെ മാവിൻ മരത്തെ ഒരിക്കലും ഉപദ്രവിക്കരുത്. ഈ മരം നമ്മൾക്ക് എല്ലാവർക്കും തണലും പഴവും തരുന്നു. എന്നാൽ നാം അതിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് യാതൊന്നും തന്നെ ലഭിക്കുകയില്ല. കുട്ടികൾക്ക് മിത്തുവിൻ്റെ വാക്കുകൾ മനസ്സിലാകുകയും അവർ മാവിൻ മരത്തോട് ക്ഷമ പറയുകയും ചെയ്തു. പിന്നീട് കുട്ടികൾ എല്ലാവരും മാവിൻ മരത്തിൻ്റെ ചില്ലകളൊന്നും തന്നെ തകർക്കാതെ മാവിൻ മരത്തിലെ പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. ഈ കഥയിൽ നിന്നും നമ്മൾക്ക് എന്തു മനസ്സിലാക്കാം കൂട്ടുകാരെ? പ്രകൃതി നമുക്ക് എല്ലാ സന്തോഷങ്ങളും നൽകുന്നു. നമ്മളത് സംരക്ഷിക്കുമ്പോഴാണ് നമ്മുടെ വരും തലമുറയ്ക്കും അതിൻ്റെ മധുരം നുകരാൻ സാധിക്കുകയുള്ളൂ. Hope you enjoyed the video. Don't forget to like, share, and subscribe for more videos.